രാജ്യത്തുടനീളം കൂടുതൽ പ്രാപ്യവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് ദേശീയ ആരോഗ്യ ദൌത്യം. മാതൃമരണനിരക്ക്, ശിശുമരണനിരക്ക്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക്, മൊത്ത പ്രത്യുൽപാദന നിരക്ക് എന്നിവയിലെ ത്വരിതഗതിയിലുള്ള കുറവ് ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ദേശീയ ആരോഗ്യ ദൌത്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ദൌത്യം കൈവരിച്ച പുരോഗതി വിലയിരുത്തിയ കേന്ദ്ര മന്ത്രിസഭ അടുത്ത 5 വർഷം കൂടി ദൌത്യം തുടരാൻ അംഗീകാരം നൽകി. മനുഷ്യ വിഭവശേഷി വികസിപ്പിക്കുന്നതിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ആരോഗ്യ അടിയന്തരാവസ്ഥകളിൽ സംയോജിത പ്രതികരണം വളർത്തിയെടുക്കുന്നതിലും ദേശീയ ആരോഗ്യ ദൌത്യം നിർണായക മുന്നേറ്റം നടത്തിയതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ശിശു ആരോഗ്യം, രോഗനിർമ്മാർജ്ജനം, ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലകളിൽ NHM ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ്-19 മഹാമാരി സമയത്ത് ഇന്ത്യയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തലുകളിൽ മിഷന്റെ ശ്രമങ്ങൾ അവിഭാജ്യമായി. പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ആരോഗ്യ ദൌത്യം. 2021-22, 2022-23, 2023-24 വർഷങ്ങളിൽ ദേശീയ ആരോഗ്യ ദൌത്യം കൈവരിച്ച പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം വിലയിരുത്തി. അടുത്ത 5 വർഷം കൂടി ദേശീയ ആരോഗ്യ ദൌത്യം തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. 12 लाख हेल्थ केयर के वर्कर्स 2021 से 22 के बीच में नेशनल हेल्थ मिशन के साथ जुड़े और इसी मिशन के तहत कोविड की बड़ी लड़ाई में भारत में एक विश्व स्तर पे जिसको माना गया है एक अहम लड़ाई लड़ी गई. 220 करोड़ से अधिक कोविड वैक्सीन के डोजेस और पूरे के पूरे डिजिटल कनेक्टिविटी के साथ, डिजिटल लॉगिन के साथ 220 करोड़ से अधिक कोविड-19 के वैक्सीन डोजेस देश भर में दिए गए, देश के कोने कोने में दिए गए, चाहे घने जंगल हो, चाहे ऊंचे पहाड़ की चोटी हो, हर एक व्यक्ति को कोविड वैक्सीन कैसे पहुंचाना, ये माननीय प्रधानमंत्री जी की एक बहुत बड़ी देश के प्रति संवेदनशीलता की पहचान बनी और देशवासियों को सुरक्षित रखने का एक सुरक्षा कवच बना. ആരോഗ്യമേഖലയിലെ മനുഷ്യ വിഭവശേഷിയിൽ ഗണ്യമായ വർധനവാണ് NHMന്റെ ഒരു പ്രധാന നേട്ടം. 2021-24 സാമ്പത്തിക വർഷത്തിൽ ദേശീയ ആരോഗ്യ ദൌത്യം 12 ലക്ഷത്തിലധികം അധിക ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തി. താഴെത്തട്ടിൽ ആരോഗ്യ സംരക്ഷണ വിതരണം മെച്ചപ്പെടുത്തുന്നതിൽ ഇത് ഗണ്യമായ സംഭാവന നൽകി. പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും NHM നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ്-19 മഹാമാരി സമയത്ത് നിലവിലുള്ള ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെയും തൊഴിലാളികളുടെയും ശൃംഖല ഉപയോഗപ്പെടുത്തി 220 കോടിയിലധികം കോവിഡ്-19 വാക്സിൻ ഡോസുകൾ നൽകുന്നതിൽ NHM പങ്ക് നിർണായകമായി. കൂടാതെ NHMന് കീഴിൽ 2 ഘട്ടങ്ങളായി നടപ്പിലാക്കിയ കോവിഡ്-19 എമർജൻസി റെസ്പോൺസ് ആൻഡ് ഹെൽത്ത് സിസ്റ്റംസ് പ്രിപ്പയർനെസ് പാക്കേജ് പകർച്ചവ്യാധി ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. NHMന് കീഴിലുള്ള പ്രധാന ആരോഗ്യ സൂചകങ്ങളിലും ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. 2014-16 1 ലക്ഷം പ്രസവങ്ങൾക്ക് 130 മാതൃമരണ അനുപാതം. 2018-20 97 കുറഞ്ഞു. 2014-16 അപേക്ഷിച്ച് 25% കുറവാണിത്. 2020 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 1000 ജനനങ്ങളിൽ 32 കുറഞ്ഞു. അതേ കാലയളവിൽ ശിശുമരണനിരക്ക് 1000 ജനനങ്ങളിൽ 28 കുറഞ്ഞു. 2020 മൊത്ത പ്രത്യുൽപാദന നിരക്ക് 2.0 കുറഞ്ഞു. ക്ഷയം, മലേറിയ, കാല അസർ, ഡെങ്കി, കുഷ്ഠം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ വിവിധ രോഗപരിപാടികളിലും ദേശീയ അരിവാൾ കോശ രോഗനിർമ്മാർജ്ജന ദൗത്യം പോലുള്ള പുതിയ സംരംഭങ്ങളിലും കൈവരിച്ച പുരോഗതിയും മന്ത്രിസഭ പരിശോധിച്ചു.
2015-ൽ 1 ലക്ഷം ജനസംഖ്യയിൽ 237 ക്ഷയരോഗബാധ നിരക്ക് 2023-ൽ 195 കുറഞ്ഞു. അതേ കാലയളവിൽ ക്ഷയരോഗ മരണനിരക്ക് 28-ൽ നിന്ന് 22 2021-നെ അപേക്ഷിച്ച് 2022-ൽ മലേറിയ സംബന്ധമായ മരണങ്ങൾ 7.77% കുറഞ്ഞു. 2023-ഓടെ 100% പ്രാദേശിക ബ്ലോക്കുകളിലും കാല അസർ ഇല്ലാതാക്കിയതും ദൗത്യത്തിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 1.56 ലക്ഷം വോളണ്ടിയർമാരിലൂടെ 9.40 ലക്ഷം ക്ഷയരോഗികളെ പിന്തുണച്ച പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ 2023-24-ൽ 62.35 ലക്ഷം ഹീമോ ഡയാലിസിസ് സെഷനുകൾക്ക് സൗകര്യമൊരുക്കിയ പ്രധാനമന്ത്രി നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാം എന്നിവ ദൗത്യത്തിന്റെ മറ്റ് ആരോഗ്യ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. 2023-ൽ നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ആദിവാസി മേഖലകളിലെ 2.61 കോടിയിലധികം വ്യക്തികളെ പരിശോധിച്ചു. ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളും ദൗത്യത്തിന്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. 2023 ജനുവരിയിൽ ആരംഭിച്ച യുവിൻ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ഉടനീളമുള്ള ഗർഭിണികൾ, ശിശുക്കൾ, കുട്ടികൾ എന്നിവർക്ക് വാക്സിനുകൾ യഥാസമയം നൽകുന്നത് ഉറപ്പാക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ പ്ലാറ്റ്ഫോം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 65 ജില്ലകളിൽ വാക്സിൻ ട്രാക്കിംഗും കവറേജും മെച്ചപ്പെടുത്തി. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം പൊതുജനാരോഗ്യ സൗകര്യങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും NHM ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 2024 മാർച്ച് വരെ 7,998 പൊതുജനാരോഗ്യ സൗകര്യങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അവയിൽ 4,200-ലധികം ദേശീയ സർട്ടിഫിക്കേഷനും ഉൾപ്പെടുന്നു. കൂടാതെ വിവിധ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന പ്രവർത്തനക്ഷമമായ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കേന്ദ്രങ്ങളുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 1,72,148 വർദ്ധിച്ചു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും NHMന്റെ ശ്രമങ്ങൾ അടിയന്തര സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്കും വ്യാപിച്ചു. കൂടാതെ വിദൂര പ്രദേശങ്ങളിലും സേവനങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിലും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇപ്പോൾ 1,424 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. 2023-ൽ MMU പോർട്ടൽ ആരംഭിച്ചതോടെ ദുർബലരായ ഗോത്ര വിഭാഗങ്ങൾക്കായുള്ള ആരോഗ്യ സൂചകങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണവും ഡേറ്റാ ശേഖരണവും കൂടുതൽ ശക്തിപ്പെടുത്തി. പുകയില ഉപയോഗം, പാമ്പുകടിയേറ്റ വിഷബാധ തുടങ്ങിയ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും NHM അഭിസംബോധന ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ പൊതുജന അവബോധ ക്യാമ്പയിനുകളിലൂടെയും പുകയില നിയന്ത്രണ നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെയും കഴിഞ്ഞ ദശകത്തിൽ പുകയില ഉപയോഗത്തിൽ 17.3% കുറവുണ്ടാക്കാൻ NHM പ്രധാന പങ്കുവഹിച്ചു. കൂടാതെ 2022-23 സാമ്പത്തിക വർഷത്തിൽ പാമ്പുകടി പ്രതിരോധം, അവബോധം, മാനേജ്മെന്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ദേശീയ ആക്ഷൻ പ്ലാൻ ഫോർ സ്നേക്ക് ബൈറ്റ് എൻവെനോമിംഗ് ആരംഭിച്ചു. ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പരിവർത്തനത്തിന് NHMന്റെ തുടർച്ചയായ ശ്രമങ്ങൾ കാരണമായി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതോടെ 2030 എന്ന സമയപരിധിക്ക് വളരെ മുമ്പ് തന്നെ ആരോഗ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് രാജ്യം.